നമ്മുടെ ബാലൻ സിനിമയില് ഒരിക്കലും ഒരമ്മ തന്റെ കുട്ടിയെ വളർത്താൻ പാടില്ലാത്ത രീതിയാണ് കാട്ടുന്നത്. അതായത് ടോക്സിക് പാരന്റിങ് എന്ന വിഷയമാണ് അത് പറയാതെ പറയുന്നതെന്ന് പറയാം. അത് എത്ര പേർക്ക് മനസ്സിലായി കൃത്യമായിട്ടൊന്നും എനിക്കറിയില്ല. പലരും അതൊരു അമ്മപ്പാസം സ്റ്റൈൽ ക്യാരക്ടറായിട്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതോടെ നിൽക്കട്ടെ, പേരന്റിങ്ങിൽ ഒരമ്മയുടെ അതിഭീകര സ്ട്രഗിള് പറയുന്ന ഒരു കിടിലം പടം പറയാം. പക്ഷെ ആദ്യമേ പറയാം, ഇത് എല്ലാവർക്കും പറ്റിയ ഒരു സിനിമയല്ല. കുറച്ച് ഹെവിയാണ്, കുറച്ച് സ്ലോ ആണ്, ഒരു ഫെസ്റ്റിവൽ ടൈപ്പ് മൂവിയാണെന്നും പറയാം. ഇത് കഴിഞ്ഞ IFFKയിൽ പ്രദർശിപ്പിച്ചിട്ട് ഞാൻ അവിടെയാണ് ഇത് കണ്ടത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഞാൻ ബെസ്റ്റ് ഫിലിംസ് ഓഫ് 2025 വീഡിയോയിൽ ഞാൻ ഈ സിനിമയെ പരാമർശിച്ചിരുന്നു. പക്ഷെ സെപ്പറേറ്റ് ആയിട്ട് ഒരു റിവ്യൂ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് ചെയ്യണമെന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു. സോ 6 മാസം കഴിഞ്ഞിട്ട് ഞാൻ ഈ പടത്തിന്റെ റിവ്യൂ ചെയ്യുകയാണ്. അത് മാത്രമല്ല, ഞാൻ നോക്കുമ്പോൾ ഈ പടത്തിന്റെ റിവ്യൂ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ അങ്ങനെ ആരും ചെയ്തിട്ടില്ല എന്ന്. മലയാളത്തിൽ തീരെയില്ല, ഒട്ടുമില്ല. സോ ഫസ്റ്റ് മലയാളം റിവ്യൂ ആയിരിക്കും ഇതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഓർക്കുക, ഇത് A24ന്റെ പടമാണ്. അതിൻ്റെതായ എല്ലാ സവിശേഷതകളും ഈ സിനിമയ്ക്കുണ്ട്. പടത്തിന്റെ പേര് If I Had Legs I Would Kick You. ഇത് സംവിധാനം ചെയ്തത് മേരി ബ്രോൺസ്റ്റൈൻ ആണ്. റോസ് ബേൺ ആണ് ഇതിൽ പ്രധാന വേഷത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഈ സിനിമയെ കുറിച്ച്. ഇത് ലിൻഡയുടെ കഥയാണ്. രോഗിയായ മകൾ, ജീവിതത്തിൽ വേണ്ട സമയത്തൊന്നും അവൈലബിൾ അല്ലാത്ത, എപ്പോഴും തിരക്കുള്ള ഭർത്താവ്, തെറാപ്പിസ്റ്റിന് പോലും സഹായിക്കാൻ കഴിയാത്ത ജീവിത സാഹചര്യങ്ങൾ, പോരാത്തതിന് പുള്ളിക്കാരി തന്നെ ഒരു സൈക്കോ തെറാപ്പിസ്റ്റ് കൂടിയാണ്. അവരുടെ ജീവിതം പച്ചയായിട്ട് കാണിക്കുന്ന ഒരു സിനിമയാണ്. മികച്ച സിനിമയാണിത്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് എല്ലാവർക്കും പറ്റുന്ന ഒരു പടമല്ല. മാതൃത്വത്തിന്റെ റിയാലിറ്റി പറയുന്ന ഒരു സിനിമയാണ്. ഒപ്പം മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ചും ഇത് സംസാരിക്കുന്നുണ്ട്. സോ വളരെ കാലിക പ്രസക്തമായിട്ടുള്ള ഒരു സിനിമയാണെന്ന് പറയാം. ലിൻഡയുടെ നിശബ്ദമായിട്ടുള്ള സഹനം തന്നെ നമുക്ക് കുറച്ച് ഭീകരമായിട്ട് തോന്നും. ശരിക്കും ഇത് നമുക്ക് വല്ലാത്ത സ്ട്രെസ് തരുന്ന ഒരു സിനിമയാണെന്ന് പറയാം. ഇത് കണ്ടിരിക്കാൻ തന്നെ പാടാണ്. എന്നാൽ ഒരിക്കലും തള്ളിക്കളയാനാവാത്ത ഒരു സബ്ജക്റ്റ് ആണ് പറയുന്നത്. ജീവിതമാണ് ഏറ്റവും വലിയ ടെൻഷൻ നൽകുന്ന ത്രില്ലർ എന്നാണ് സിനിമ പറയുന്നതെന്ന് പറയാം. നമ്മുടെ നായികയ്ക്ക് പ്രശ്നങ്ങൾ പറയാനും അല്ലെങ്കിൽ പരിഹാരങ്ങൾ സജസ്റ്റ് ചെയ്യാനും ഒക്കെ ഒരു തെറാപ്പിസ്റ്റ് ഉണ്ട്. പക്ഷെ സത്യം എന്താണെന്ന് വെച്ചാൽ അവളുടെ ബുദ്ധിമുട്ടുകൾക്ക് അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്ക് ആർക്കും പരിഹാരം പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ഈ തെറാപ്പിസ്റ്റിന്റെ നിർദ്ദേശങ്ങൾ പോലും അവൾക്ക് വൻ പ്രഷറാണ് തരുന്നത്. അതൊന്നും റിയൽ ലൈഫിൽ പ്രായോഗികമേ അല്ല അവളെ സംബന്ധിച്ചിടത്തോളം. സോ മൊത്തത്തിൽ തലക്കൽപ്പം സ്വൈരം തരുമോ എന്ന് നമ്മൾ ചോദിക്കേണ്ട ഒരു അവസ്ഥയാണ്. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ അവരുടെ അവസ്ഥ ഓർത്ത് ടെൻഷൻ അടിക്കുകയും ചെയ്യും. അതാണ് ഈ സ്ക്രിപ്റ്റിന്റെ മികവെന്ന് പറയാം. സോ സിമ്പിൾ ആയിട്ട് തുടങ്ങി. ഇപ്പൊ തുടക്കം കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ബോറിംഗ് സിനിമ എന്നൊക്കെ ആദ്യം തോന്നും. പക്ഷെ പിന്നെ അങ്ങോട്ട് കത്തിക്കയറുന്ന ത്രില്ലിംഗ് ആവുന്ന ഒരു പടമാണ്. അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ആ ക്യാരക്ടറിന്റെ അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരും എന്ന് പറയാം. മികച്ച സ്ക്രിപ്റ്റും സ്ട്രോങ് പെർഫോമൻസും പടത്തിന്റെ പോസിറ്റീവുകളാണ്. ഈ പടത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ഘടകം നായികയായിട്ട് വന്ന റോസ് ബേണിന്റെ ഗംഭീര പെർഫോമൻസ് ആണ്. പുള്ളിക്കാരുടെ ഒരു 1 മാൻ ഷോ ആണ് ഈ പടം എന്ന് വേണമെങ്കിൽ പറയാം. ആ ക്യാരക്ടറിന്റെ ടെൻഷൻ, സങ്കടം, ദേഷ്യം, സ്നേഹം, നിസ്സഹായ അവസ്ഥ, കൺഫ്യൂഷൻ എല്ലാം ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ട് തന്നെ അതിഗംഭീരമായിട്ട് തന്നെ റോസ് ബേൺ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ സിനിമയെ ഓർത്തിരിക്കാനുള്ള പ്രധാന കാരണം തന്നെ അതിശക്തമായിട്ടുള്ള ഈ ക്യാരക്ടറും അവരുടെ പ്രകടനവുമാണെന്ന് പറയാം. ബാക്കിയും കുറച്ച് നല്ല ക്യാരക്ടേഴ്സ് പടത്തിലുണ്ട്. എല്ലാവരും നല്ല പെർഫോമൻസ് ആണ്. ഇതിൽ മകളെയൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഫേസ് തന്നെ പടത്തിൽ കാണിക്കുന്നില്ല എന്ന്. ക്യാമറയും വിഷ്വൽസും ഒരു വല്ലാത്ത അസ്വസ്ഥത തരുന്ന രീതിയിലാണ് ഇതിൽ ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ കൂടുതലും നായികയുടെ ക്ലോസപ്പ് ഷോട്ടുകളാണുള്ളതെന്ന് പറയാം. അത് അവരുടെ ഉള്ളറിയാൻ സഹായിക്കും വിധം ഏറെ ഇഫക്റ്റീവുമായിരുന്നു. ഇപ്പൊ നമ്മുടെ ലാലേട്ടന്റെ അയാൾ കഥ എഴുതുകാണിലെ സാഗർ കോട്ടപ്പുറം പറയുന്നത് പോലെ അവളുടെ അന്തരാളത്തിലേക്ക് നേരിട്ട് കടക്കുന്ന ഒരു രീതിയിലാണ് ക്യാമറ. ഇതിന്റെ സൗണ്ട് ഡിസൈനും ഗംഭീരമാണ്. എഡിറ്റിംഗ്, മ്യൂസിക് ഒക്കെ കൊള്ളാം. ശരിക്കും ഇതൊരു മറക്കാനാവാത്ത പടമാണെങ്കിലും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. വളരെ സ്ലോ ആണ്. പടത്തിലേക്കൊന്ന് ഇന്നാകാനായിട്ട് കുറച്ച് പാടാണ്. എന്ന് മാത്രമല്ല, ഇനി നിങ്ങൾക്ക് ഇന്നാകാൻ പറ്റിയാൽ പോലും കണ്ടിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. സബ്ജക്ട് കുറച്ച് ഹെവി ആയതുകൊണ്ടാണ്. സോ നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ എന്ന് അക്ഷരം തെറ്റാതെ പറയാവുന്ന സിനിമയാണ്. ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ആക്ഷൻ അല്ലെങ്കിൽ ഭയങ്കര ത്രില്ലിംഗ് എലമെന്റ്സ് ഒക്കെ വേണമെന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു പടവുമല്ല. കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. സോ മൊത്തത്തിൽ ജീവിതം എന്ന ഹൊറർ സ്റ്റോറി ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ട് പറഞ്ഞ ലേയേർഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റും ഗംഭീര പെർഫോമൻസും ഒക്കെയുള്ള ഒരു പവർഫുൾ മൂവി തന്നെയാണിത്. സോ കുറച്ച് സീരിയസ് ആയിട്ടുള്ള സിനിമകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ഇത് കാണാം. ഞാനിത് ഫിലിം ഫെസ്റ്റിവലിൽ IFFKയിൽ കണ്ടതാണ്. മെയിൻ പ്ലാറ്റ്ഫോമിലൊന്നും ഇതുവരെയും ഇന്ത്യയിൽ വന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്റ്റിൽ ഡീറ്റെയിലി അവൈലബിൾ ആണ്. പക്ഷെ നിങ്ങൾ ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിച്ച് കാണേണ്ടി വരും. 1 മണിക്കൂർ 53 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. പ്രമേയപരമായിട്ട് ഇത് UA 16+ ആണെന്ന് പറയാം. അപ്പൊ ഇത് കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. പടം കണ്ട് ഇത്രയും നാളായിട്ടും ഈ നായിക ലിൻഡയുടെ ആ ഒരു അവസ്ഥ ഓർത്തിട്ട് ഒരു ടെൻഷൻ എന്റെ മനസ്സിൽ എവിടെയോ ഇങ്ങനെ ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് പറയാം. ആ ഒരു ടെൻഷൻ മാറ്റാൻ വേണ്ടി എന്റെ മനസ്സിന് ഒരു കാൽ ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും ഞാൻ അതിനെ തൊഴിച്ചേനെ എന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. അതാണ് അവളുടെ അവസ്ഥ എന്ന് പറയാം.